ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദ അനുകരണത്തിൽ കിടക്കാം. അത് വേണമല്ലോ. പിന്നെ തീർച്ചയായും നമ്മുടെ മലയാളത്തിൻ്റെ പുണ്യമായ പത്മശ്രീ ഭാരത് ലഫ്റ്റനന്റ് കേണൽ ശ്രീ മോഹൻലാൽ ആടിത്തിമിർത്ത് ഒരുപാട് സിനിമകളുണ്ട്. അതിലൊരു സിനിമയിലെ ഡയലോഗാണ്, ആരാ മോനെ ദിനേശ ഈയരപ്പാളിത്തരവ് കാണിച്ച് നീയാ. ഈ ഡയലോഗ് നമ്മുടെ സാക്ഷാൽ അന്തരിച്ച മഹാനടൻ ശ്രീ തിലകൻ ചേട്ടനാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ആരാ മോനെ ദിനേശ ഈയരപ്പാളിത്തരവ് കാണിച്ചു ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്താണെങ്കിൽ വേണ്ടില്ല, ഇതൊക്കെ പറക്കി കെട്ടി പോലില്ല. പൊട്ടിയതും ചളങ്ങി നോക്കി വിട്ടിട്ടേ പകരം പുതിയത് വേണം പോളിലെത്താൻ. അതിനിപ്പോ മീൻകറി വെക്കുന്ന ചട്ടിയാണെങ്കിലും മോനെ ദിനേശ അങ്ങനെ ചെയ്യാൻ പറയണം. അപ്പോ ഇനി നമുക്ക് വേറെ ഏത് താരത്തിന്റെ ശബ്ദം വേണമെന്ന് ഇവിടെ ആവശ്യപ്പെട്ടാൽ ഞാനത് പ്രസന്റ് ചെയ്യാം. ജയറാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുവാനും അമൃത ഒരുക്കുന്ന ഈ കോമഡി മസാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈ പരിപാടി ഗംഭീരമാകട്ടെ, 1000 എപ്പിസോഡ് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ മലയാള സിനിമയുടെ സംസ്ഥാന അവാർഡ് ജേതാവായ പ്രിയപ്പെട്ട ഇന്ദ്രൻ സിയേട്ടൻ. ഗൗരിക്കുഞ്ഞ്, ഓ ഇതെന്തോ ഒരു ദോശയാ. ഈ ദോശയുടെ നിറവും എൻ്റെ നിറവും ഒരുപോലെ ഇരിക്കുക, കറുത്ത് കരിവാളിച്ച്. എനിക്ക് ഈ ദോശ വേണ്ട ഗൗരിക്കുഞ്ഞ്, ഞാൻ കടയിൽ പോയി പുട്ടും മുട്ടൻ തിന്നോളാം. മമ്മൂട്ടി. പ്രിയപ്പെട്ട മമ്മൂക്കിയുടെ ഒരു ഡയലോഗ് എനിക്ക് അറിയാവുന്ന പറയാം കേട്ടോ. മുത്തേ മുത്തേ എവളി തവണ പോയി കിടക്കണം. താഴത്ത് വെച്ച് എറുമ്പരിക്കും, തലയെ വെച്ച പേനരിക്കുന്ന എന്നെ മുത്തനെ ഞാൻ വളർത്തിയത്. തോപ്പിച്ച് കിടന്നെല്ലാടി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണാണ് കേട്ട. ചെന്ന് പുസ്തകമെടുത്ത് വായിച്ചു പഠി. കണ്ട മണകനാഞ്ചന്മാരോട് നടക്കരുത് കേട്ട. മകളെ അച്ഛനെ കറിയിപ്പിക്കല്ലേ മുത്തേ. ചെല്ല്. പ്രേം നസീർ. ഓക്കെ, മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. പ്രിയമുള്ള എൻ്റെ നാട്ടിൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് രോമാഞ്ചമാണ്. ഇവിടെ വരുവാനും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ജഗതി ചേട്ടന്റെ ശബ്ദം. എല്ലാം ഉണ്ടാക്കി വെക്കാൻ ഞാനും വലിച്ചു വാരത്തിന്റെ നീവ ഭ്രാന്തിപ്പെട്ടും വിളിച്ചോണ്ട് പോണത്. ഇനി ഒരു പേര് ഞാൻ പറഞ്ഞാൽ മതിയോ? MG സോമൻ. ഓക്കെ. നേരെ അതിരുമീനും ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. നരമ്പിട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കണ്ണുമ്പ് വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കാഴ്മരത്തിൽ അപ്പന്റെ ശവം ഇറക്കിയിടാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്ന് എൻ്റെ 10ാമത്തെ പിറന്നാള്. പനന്തായി പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എൻ്റെ അപ്പനെ ഈ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എൻ്റെ കണ്ണുമ്പിൽ ഇപ്പോഴും ഞൊളക്കുവാ തിരുമേനി. ദണ്ടീ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിനും വായിന്നും. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് താറ്റിയത് എടുത്ത് തെമ്മാടി കുഴിക്കൊണ്ട് തള്ളിക്കോളാൻ. അന്യം തീർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസിലും ബെൻസിലും കയറി നടക്കുന്ന വെളുവെളുത്ത കുപ്പായത്തോട് അന്ന് തീർന്നതാ തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാണ് ഇറവറൻസ്, ബഹുമാനക്കുറവ്. മനസ്സിൽ വെച്ചോ തിരുമേനി. ഐ ആം ഔട്ട് സ്പോക്കൻ. വാടാ.
കലാഭവൻ മണിച്ചേട്ടൻ്റെ സൗണ്ട്. കലാഭവൻ മണി. പ്രിയമുള്ള കലാപ്രേമികളെ, ഇതാനാ കലാഭവമണി. ഓക്കെ, ഇനി സുരേഷ് ഗോപി. അദ്ദേഹം സിനിമയിൽ വരുമ്പോൾ പുല്ല് നാണയ്ക്ക് വകയില്ലാത്ത നാനാന്തരം വേഷകള് റേഡിയോത്തെ പിടിച്ചിട്ട് അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്നത് കണ്ടിട്ടാണോടാ എനിക്ക് അസൂയ. ഇങ്ങനെ പറയുന്ന സുരേഷ് ഗോപി അവർകൾ കോടീശ്വരൻ എന്ന് പറയുന്ന പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റൈലിനൊരു വ്യത്യാസമുണ്ട്. അതായത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങളും ചോദ്യങ്ങളും സമ്മേളിക്കുന്ന ഈ സമ്മേളന വേദിയാണ് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഹോട്ട് സീറ്റിൽ ഇനി മത്സരിക്കാനുള്ളത് 6 ദളങ്ങൾ. ഇവരിൽ ആര് ആദ്യം പോയി വന്നു? ഓക്കെ. ഉമ്മർ, മഹേശ്വരി. നിന്റെ വികാരഭരിതമായ മുഖം കാണുമ്പോൾ ഞാൻ ആകെ കോരിത്തിരിച്ചു പോകുകയാണ്. മോളെ ശോഭെ, ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ആനയെ വാങ്ങിത്തരും, ചേന വാങ്ങിത്തരും. മറിച്ച് പുത്തൂരം വീടിന്റെ മുറ്റത്ത് വന്ന് നിന്ന് അനാവശ്യം പറഞ്ഞ് കൊന്നുകളഞ്ഞ അഹങ്കാരി. സത്യൻ മാഷ്. ഓക്കെ. അമ്മേ, അമ്മച്ചി, എന്താ അമ്മേ ഇവിടെ ഒരു ശ്മശാന മൂകത? അമ്മേ, സ്വന്തം അച്ഛനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ അമ്മേ ഞാൻ ചെയ്ത തെറ്റ്? സരളേ, സരളേ, ഇവിടെ വരൂ. നമുക്ക് ഈ ചരലിക്കിടന്ന് ഒന്നുരുളാം. അടുത്തായിട്ട് ഞാനൊരു താരത്തിന്റെ ശബ്ദമാണ് ആവശ്യപ്പെടുന്നത്. ഈ സാംബശിവൻ സാറിന്റെ ശബ്ദം. കലാസ്നേഹികളെ, നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. എനിക്ക് നമ്മുടെ ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഇതിൻ്റെ നല്ലവരായ സംഘാടക സുഹൃത്തുക്കൾക്ക് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും സ്നേഹനിസ്യമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇത് തന്നെ ഇദ്ദേഹത്തിന്റെ വേറെ ശബ്ദത്തിൽ ഇത്രയും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ വിമൽ മിത്രയുടെ പ്രതി എന്ന കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. പ്രതി. ഗംഭീരമാക്കി. അപ്പൊ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞ സ്റ്റാർസിനെയൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി മിമിക്രി ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് കൊഴുപ്പിച്ചു. സോ താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും വരിക. നന്ദി.